മഴക്കാലമാണല്ലോ. അപ്പോൾ ഈ പടം കണ്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ ഫീല് പുറത്തിറങ്ങുമ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ OST കേൾക്കാൻ അവരിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കുറച്ചുകൂടെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇല്ല, നമ്മളുടെ ചിന്തയിൽ ഇതൊരു ഹൊറർ പടമല്ല. അതെ, രണ്ട് വേണമെങ്കിൽ പേടിപ്പിക്കാനാണെങ്കിൽ ഷോർട്ട് ഡിവിഷൻ മാറ്റാം. അതിൻ്റെ നിന്നെ പോലുള്ള പേടിത്തൊണ്ടന്മാർ എൻ്റെ കൂടെ ഡ്യൂട്ടിക്കിടില്ലെന്ന് നാളെ SHOയോടൊന്ന് പറയാനല്ലോ. പക്ഷെ വെള്ളസാരി കൊടുത്ത പ്രേതം പോയില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ പ്രേതത്തെ കാണിക്കുമെങ്കിൽ കറുത്ത സാരി എടുത്താൽ രാത്രി കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊരു വെള്ള സാരി എടുത്തു. പിന്നെ മലയാള സിനിമ കളറായപ്പോഴും ആ വെള്ള സാരി കണ്ടിന്യൂ ചെയ്താൽ രഹസ്യം പുറത്തായി. ജനം ഇത്രയും ഏറ്റെടുക്കുമെന്നൊരു ഹൈ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു വാട്സപ്പ് സ്റ്റാറ്റസിന് പുള്ളിയുടെ കാരണം കൊണ്ട് അടിക്കണം. ഇത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകളിലൂടെ. അത് സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരൻ, ഞങ്ങൾക്ക് ഭയങ്കര സെന്റിമെന്റ്സ് തോന്നിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പുഴയിലൂടെ ഒരുപാട് ജലം ഒഴുകിപ്പോയി. കുറെ നാൾ മാറിയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും തലയിൽ നിന്ന് കാണേണ്ടടുത്ത് കാണപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യം വേണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെക്കാളും മികച്ച ഒരുപാട് നടന്മാർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ കളിക്കുമ്പോൾ ഞങ്ങളോട് പഠിച്ചുകൊണ്ടിരിക്കുക. ആക്ടിങ് പഠിപ്പിക്കാൻ വേണ്ടി നസറുൽ ഷാ വന്നായിരുന്നു. പുള്ളി പറഞ്ഞു, നോ നോ നോ, യു ആർ ആൻ ആക്ടർ, യു ഹാവ് ടു ഡു ആക്ടിങ് എന്ന് പറയുന്നത് കെട്ടിപ്പിടിച്ച്. ആദ്യമായി ഈ നടനെ തിരിച്ചറിഞ്ഞത് ഞാൻ. തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അകത്തൊരു ഒരു ചെറിയ, ഞാൻ അങ്ങനെയാണ് അതിനെ വായിച്ചെടുത്തത്. ഒരു അബദ്ധം പറ്റിയാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടി ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്. സിനിമ കഴിഞ്ഞിട്ട് ആരും തിയേറ്ററിൽ നിന്ന് എണീക്കാൻ തയ്യാറായിരുന്നില്ല.